കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം ലോറി മറിഞ്ഞ അപകടം. ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ അപകടമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത് അരുൺ? റിജിത്ത്, ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടായത്. പയ്യന്നൂർ ഭാഗത്തേക്ക് ഈ പ്ലൈവുഡ് സാധനങ്ങൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ വെച്ച് മറിഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ അരികിലേക്ക് ഈ ലോറി മറിയുകയായിരുന്നു. ഇവിടെ ഇതിൻ്റെ ദൃക്സാക്ഷികൾ പറയുന്നത് ഇതിന് തൊട്ട് ഈ കണ്ണൂർ ഭാഗത്തേക്ക് റോഡിൻ്റെ മറുവശത്തേക്ക് ഒരു കാറ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴി വീഴാതിരിക്കുന്നതിന് വേണ്ടി ആ കാറ് വെട്ടിച്ച സമയത്ത് എതിർദിശയിൽ ഈ പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ലോറിയിൽ ആ കാറ് തട്ടുകയും അതിനുശേഷം നിയന്ത്രണം വിട്ട് ഈ ലോറി അത് വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നതാണ് ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ ഈ സെൻട്രൽ ജയിലിന് തൊട്ട് സമീപം തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ലോറി റോഡരികിലേക്ക് മറിഞ്ഞ് കിടക്കുകയാണ്. ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ ക്ലീനർക്കുമാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ പരിക്ക് അത്ര ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. അവരിവിടെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് പറയുന്നത്. പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് 5:45 ടൈമിലാണ് കാറ് തലശ്ശേരി ഭാഗത്തോട്ട് അങ്ങനെ ഭാഗത്തോട്ട് പോകും. പിന്നെ ലോറി ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ 5:45 ടൈമിന് ഞാൻ കാറുകാരോട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ കാറുകാരൻ പറയുന്നത് പിന്നെ ഇവരൊക്കെ ഒരു ഫോൺ കോൾ വന്നിരുന്നു പറഞ്ഞു. ആരോ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കോൾ വന്ന സമയത്ത് അയാൾ ഫോൺ എടുത്തു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഫോൺ വെച്ച ശേഷം പെട്ടെന്ന് കാണുന്നത് ഈ കുഴിയാണ് പറയുന്നത്. അപ്പോൾ ഈ കുഴി കണ്ടപ്പോൾ അയാൾ ചെറുങ്ങനെ വെട്ടിച്ചു എന്ന് പറഞ്ഞു. പെട്ടെന്ന് കണ്ട കുഴി വെട്ടിച്ചു. അപ്പോൾ തിരിച്ച് അങ്ങനെ ഇങ്ങോട്ട് ഒരു ലോറി ഇങ്ങേ ഭാഗത്തേക്ക് വരുന്നത്. ആ ലോറിക്ക് തട്ടിയതാണ്. അപ്പോൾ കാറുകാരൻ്റെ കുറ്റാണ്. ലോറി വെട്ടിച്ചു സമയത്ത് മറിഞ്ഞത്. ഇത് എന്തിന്റെ കുഴിയാണ് സാർ? ഇത് അതാണ് ഈ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കുഴിയാണിത്. അപ്പോൾ ഇത് ഇവർ കുഴിക്കുന്ന ശ്രീപുരത്ത് ഉണ്ടായിരുന്നു. ശ്രീപുരം കുഴിച്ച് വെച്ചിരുന്നു. നമ്മളെ ട്രാഫിക് പോലീസ് ബസ് സ്റ്റോപ്പ് മാറ്റിയിരുന്നു മുന്നോട്ടേക്ക്. ബോർഡൊക്കെ വെച്ചു. അതിനുശേഷം ഇവർ കുഴിക്കുന്നത്. ഈ കുഴിക്കുന്ന കുഴപ്പമില്ല, പക്ഷേ അത് മൂടാനും അതുപോലെ തന്നെ കോഷനൊക്കെ കുറവാണ്. മൂടുന്ന കുറേ ലേറ്റ് ആകുന്നുണ്ട് ഇത് പിന്നെ പണി കഴിയാൻ വേണ്ടിയിട്ട്. അത് കുഴിച്ച് വെച്ചു. പിന്നെ അതങ്ങനെ തന്നെ വെച്ചു. അത് കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനെ. മേലച്ചുവ ഉണ്ടായിരുന്നു, മേലച്ചുവ ഇറക്കത്തിലുണ്ടായിരുന്നു ആ ഒരു കുഴിയായിട്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞ് ശ്രദ്ധപ്പെടുത്തിയ മൂടിയെങ്കിൽ അപകടം ഇല്ലില്ല, മൂടിയിരുന്ന അപകടം ഉണ്ടാവായിരുന്നില്ല. അപ്പോൾ മേലച്ചുവെള്ള കുഴി ഞങ്ങൾ പറഞ്ഞ ശേഷം അവർ പിന്നെ ഇത് വെച്ചിട്ട് ഏകദേശം അതിന് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് തന്നെയാണ് പറയുന്നത്. ഈ കുഴിയാണ് ഈ അപകടത്തിന് കാരണം. ആ കുഴിയിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി ഈ കാറുകാരൻ വെട്ടിച്ചതാണ്. അതിനിടെയാണ് തൊട്ട് മറുവശമുണ്ടായിരുന്ന ലോറിയും കൂടി ആ നിയന്ത്രണം വിട്ട് ഇങ്ങനെ മറിയുന്ന അവസ്ഥയുണ്ടായത്. ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ ലോറി ഉയർത്തി ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള അത്തരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപത്താണ് ലോറി മറിഞ്ഞ അപകടമുണ്ടായത്. ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട്.